ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ഡിന്നർ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞുള്ളതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട്. ഞാൻ ഇത്രയും നാളും ക്രിസ്മസ് ഡിന്നർ കാര്യങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. നോർമലി അങ്ങനെ എല്ലാവരും ഡ്യൂട്ടിയിൽ തിരക്കായിരിക്കും. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഓർത്തു എന്നാൽ പിന്നെ എല്ലാവരെയൊക്കെ കൂട്ടി ക്രിസ്മസൊക്കെ ആയിട്ട് എല്ലാവരെയും വിളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറേ അപ്പം പറയുന്നു. സോ ഞാൻ കുറച്ച് മെനു ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ CD മൂസയിലൊക്കെ പറയുന്ന പോലെ ഇത്രയും വലിയ മെനു കഴിഞ്ഞ ഷാരോൺ ഇതാണ് ചോദിച്ചു, ഇത്രയും വലിയ മെനു. സോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കപ്പ ഫിഷ് കറി, പാലപ്പം ബീഫ് ഫ്രൈ, പ്രോൺസ് ബിരിയാണി, വട്ടയപ്പം, പിന്നെ ചിക്കൻ കട്ട്ലേറ്റ്. പിന്നെ ഇന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന കേക്കാട്ടോ. അപ്പം കേക്കിൻ്റെ ഫുൾ റെസിപ്പി കാണിക്കാൻ മാത്രം ഞാൻ അത്ര പ്രൊഫഷണലൊന്നുമില്ല. സോ ജസ്റ്റ് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. കേക്ക്, പിന്നെ പുഡിങ് ഉണ്ട് കേട്ടോ. ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ആണോ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നെ പറയുന്നത്, അതോ ബിസ്ക്കറ്റ് പുഡിങ് ഐ തിങ്ക്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിനുള്ളത്. പക്ഷേ ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യുമോ അതോ ഇനി ഇതിനകത്ത് എന്തെങ്കിലും വെട്ടി കുറയ്ക്കുമോ എന്നൊന്നും അറിയില്ല. ഫസ്റ്റിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നിങ്ങളാരും ഈ ഐറ്റം മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 2 മാസം മുമ്പ് നമ്മൾ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സാണ് ഇത് ഫുള്ള്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഗൈസ്, നമ്മളങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. സത്യത്തിൽ വീഡിയോ എടുക്കാനായിട്ട് കുറേ സ്റ്റെപ്പൊക്കെ ഞാൻ മറന്നും പോയി വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്യുന്നു, അതേ സമയം തന്നെ വന്നിട്ട് വീഡിയോ എടുക്കുന്നു. ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പം ഈ കേക്ക് ഹിറ്റാവുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്. കാരണം കുറേ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കണമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കുറേ ഐറ്റംസ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നു. വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് മസാല ആയോ എന്ന് നോക്കാൻ പോകുന്നു, വറക്കാൻ പോകുന്നു. അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും മൊത്തം എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുന്നെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ ആ ഐറ്റംസ് എല്ലാം വരുന്ന ഗസ്റ്റ് നല്ലതാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പം ബാറ്റർ നമ്മൾ കേക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു. നമുക്കിത് 180-ൽ ഒരു 30 to 45 മിനിറ്റ്സ് ഞാൻ ഓൾറെഡി ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വെച്ചിട്ട് ഒരു 30 to 45 മിനിറ്റ്സ് നോക്കാം. അപ്പം അതിനുള്ളിൽ വേവണം. 30 മിനിറ്റ്സ് ആണ്. ഇനി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെച്ചിട്ട് ഒരു 45 മിനിറ്റ്സിനുള്ളിൽ വേവേണ്ടതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്റർ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഓവൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. നമുക്കിതിലേക്ക് ഈ കേക്ക് വെക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 180-ൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മുടെ കേക്ക് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ഇച്ചിരി കൂടെ വേവാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ്സ് എടുക്കുന്നു. നമ്മളങ്ങനെ നമ്മുടെ പ്രോൺസ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് മസാല തേച്ചിട്ട് കുറച്ച് നേരം വെക്കണം. പ്രോൺസിൽ അത്യാവശ്യം നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ് അങ്ങനെ നമ്മളൊന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്ത് കുറച്ചിരുന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നെക്സ്റ്റ് നമ്മുടെ മഡ് പൈ ആണ്. മഡ് പൈ ഏകദേശം റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ്
ജസ്റ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കണം. ഞാനെടുത്ത പുഡിങ്ങിൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി, സോ അതുകൊണ്ട് ഇത് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ആയി നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു വലിയ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് കിട്ടും. ഇനി ഇത് മിനിമം ഒരു 5 മണിക്കൂറോ അല്ലെങ്കിൽ 6 മണിക്കൂറോ നമുക്ക് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇത് നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. ഇത് ആപ്പിൾ ക്രംബിൾ. ആപ്പിൾ ക്രംബോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തേതും അവസാനത്തേതും. എൻ്റെ ഒരു ഡെസേർട്ട് മട്പൈ ഏകദേശം ഓക്കെ ആയി. അതാണ് ഈ ഫ്രിഡ്ജിനകത്തിരിക്കുന്നത്. അത് 100% എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അത് ആക്ച്വലി ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോർമൽ ഒരു 3 ലെയർ ആയിട്ട് വരുന്ന ഐറ്റം അത്. നെക്സ്റ്റ് നമ്മളിനി ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവോളയാണ് ചാരൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള കപ്പയാണ് മേടിച്ചത്. അപ്പോൾ നമുക്കിതിനകത്ത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്തിയെടുക്കണം. അയ്യോ, ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ മറ്റേ കിട്ടുമോ? എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ? നോക്കി മറിച്ചിടൂ. ഹായ് ഗായ്സ്, ഇന്ന് ഡിസംബർ 25 ആണ്. നമ്മൾ ക്രിസ്മസ് ഇന്നലെ പള്ളിയിലൊക്കെ പോയി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. ഓൺ ദ വേയിലാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ഡിന്നറാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോൾ ഏകദേശം സമയം 8 മണിയായി. നമ്മൾ 8:30ക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വീഡിയോസ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. കുറച്ച് മീൻസ് ഞാൻ അന്ന് പറഞ്ഞല്ലോ നമ്മുടെ മെനു കുറച്ച് വലിയൊരു മെനു ആണ്. അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ വീഡിയോയുടെ മുമ്പിലും അല്ലെങ്കിൽ അത് വേറൊരു പോർഷനായിട്ടോ ചിലപ്പോൾ വരും. ഇതെങ്ങനെയാണ് വീഡിയോ വരുന്നതെന്ന് എനിക്കറിയില്ല. എനിവേ, നമ്മളിന്ന് നമ്മുടെ ഡിന്നർ പ്ലാൻ അല്ലെങ്കിൽ ഡിന്നറിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ, സെയിം ആൾക്കാരൊക്കെ തന്നെ. പിന്നെ കുറച്ച് കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ട്. ഷാരോൻ്റെ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് ട്രെയിനേഴ്സ് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. എനിവേ, നമ്മളിന്ന് ക്രിസ്മസ് ഡിന്നറാണ്. അപ്പം നമ്മളെ റൂമെല്ലാം ഏകദേശം ഒന്ന് അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇനി വട്ടയപ്പം നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ വെക്കാനായിട്ടുള്ള പ്ലേറ്റാണ്. പിന്നെ നമ്മുടെ കട്ട്ലേറ്റ്. പിന്നെ ഇത് നമ്മുടെ ഇതിനെന്താ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ചർലാസ് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ആപ്പിൾ ക്രംബിളാണ്. പിന്നെ ഇത് നമ്മുടെ മീൻ കറി. അപ്പം ബാക്കിയുള്ള ഐറ്റംസ് നമ്മുടെ കിച്ചണിലുണ്ട്. അപ്പോൾ നമ്മുടെ റൂം ഫുൾ ലൈറ്റ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന സകലമാന ലൈറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം ക്രിസ്മസ് ടൈമിലാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ലൈറ്റും ക്യാൻഡിലും അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടാവുന്ന അത്രയും ലൈറ്റും ക്യാൻഡിലും എല്ലാം ഞാനിവിടെ കുത്തി കയറ്റിയിട്ടുണ്ട്. കണ്ടപ്പോൾ ഇത് നമ്മൾ പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വ്ലോഗിൽ അന്ന് കാണിച്ചായിരുന്നു. നമ്മൾ ലുലുന്ന് മേടിച്ചൊരു സ്റ്റാർ മേടിച്ചായിരുന്നു. പക്ഷെ അത് ഇടാനുള്ള സ്ഥലം നമുക്കില്ലായിരുന്നു. മീൻസ് നമ്മളിവിടെ വിൻഡോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അവസാനം അത് സ്റ്റിൽ നമ്മുടെ പെട്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ ലാസ്റ്റ് ക്രിസ്മസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഷാരോൺ അത് ഇവിടെ എടുത്ത് ജസ്റ്റ് ആ ചെടിയുടെ ബാക്കിലായിട്ട് ഫിറ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഫസ്റ്റിൽ നമ്മുടെ മാവ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇത് നമ്മുടെ പപ്പടം, ഇത് നമ്മുടെ പ്രോൺസ് ബിരിയാണി. പിന്നെ വട്ടയപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കേട്ടോ, അതെനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ട്. പിന്നെ അച്ചാറ്, ഇത് നമ്മുടെ ബീഫ് റോസ്റ്റ് ആട്ടോ. ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കപ്പ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ബിരിയാണിയുടെ കൂടെയുള്ള സാലഡ്. സോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും തന്നെ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫ്രഷായിട്ട് 8:30 ആകുമ്പത്തേനും വരും. അപ്പോൾ നമുക്ക് 8:30 ആയിട്ട് അവർ വന്നു കഴിയുമ്പോൾ കാണാം. Cheers! ദിൽഷാദ് ശരിക്കും കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.
Wow, nice, nice, nice. Really nice. പ്ലം കേക്ക് പോലെ ഉണ്ടല്ലേ? പാട്ടി പ്ലം കേക്ക് ആണോ? നിന്റെ ആദ്യത്തെ പ്ലം കേക്ക് ആണോ? യെസ്. അടിപൊളി. അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു അഭിപ്രായം പറയില്ലേ? Number one. കൊള്ളാം. അച്ഛൻ്റെ മോനെ. നീ പറഞ്ഞാൽ ഞാൻ എൻ്റെ മുകളിൽ റമ്മ് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന്. Oh. ഞാൻ ആദ്യമായിട്ട് കേക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നു കേട്ടോ. കൊള്ളാം സത്യം. പ്ലം കേക്കിന് ടേസ്റ്റ് ഉണ്ട്. ഞാൻ വൈനെടുത്തിട്ട് எங்க போனாலும் திங்கதான் செய்ய எங்கயாவது நீ சாப்பிடாம இருக்கியா പേസ്ട്രി ഷെഫ് കിട്ട് കേക്ക് കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയ കേക്കാട്ടോ. അഭിപ്രായം ഒപ്പീനിയൻ வா தமிழ்ல நீ டக்கு ഞാൻ വൈനെടുത്തിട്ട് എടുത്തിട്ട് വരാം. எப்படி இருக்கற கேக் நல்லா நல்லா ஃபர்ஸ்ட் டைம் பண்றேன். அந்த சொல்லில அந்த டைம்ல இது போட்டேன் ரம்மில. ഞാൻ കൈ വെച്ചിട്ട് എനിക്ക് കൈ എളുപ്പം. ഹായ് ടുട്ടു. അതാരെ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ അവിടെ. അങ്ങനെ മന്തിമയും ദിലും കൂടെ പാലപ്പം തകൃതിയായിട്ട് ചുട്ടോണ്ടിരിക്കും കേട്ടോ. നമുക്ക് ചൂടോടുകൂടി ചുട്ടെടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. കൈസ് ദിലു അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പ്രൊഫഷണൽ ദിൽ പാലപ്പം സമീപിക്കുക ദിലു മുസ്തഫ. അതിന്റെ മാവ് ബാറ്റർ അല്ലോ മറ്റേ ക്രെഡിറ്റ് ഗോസ് ഏതായിരുന്നു ഈസ്റ്റേൺ അല്ലല്ലോ, ഏതായിരുന്നു ഡബിൾ ഹോട്ട്സോ. ഞാൻ ജസ്റ്റ് പാലും വെള്ളം ഒഴിച്ചു കലക്കി വെച്ചു. ഗൈസ് നമ്മുടെ കേക്ക് ഇത്ര ആയിട്ടോ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇച്ച കഴിക്കില്ല. നിച്ച ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നു. ഞാൻ എനിക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ ആൾക്കാരൊക്കെ കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഡിന്നറൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇനി നമ്മുടെ പള്ളിയിലെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.